ഹലോ ഗായ്സ്, ഞങ്ങൾ 900 കണ്ടി റിസോർട്ടിൽ പോകുന്ന ഡേ 1 ആണ് ഇന്ന്. പോകുന്ന വഴിക്ക് ഒരു തൂക്കുപാലം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി കയറി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ കുറെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വയനാട്ടിലെത്തി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചെറിയൊരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കയറിയത് സൈക്കിൾ റൈഡിലാണ്. എനിക്ക് വളരെ ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ സൈക്കിൾ റൈഡിൽ കയറിയത്. പിന്നെ അവിടെയുള്ള ചേട്ടൻ എനിക്ക് ബെൽറ്റൊക്കെ കുടിക്കും തന്നു. അപ്പം ഞാൻ പോവാണ്, തയ്യാറായി നിൽക്കുകയാണ്. അപ്പം ഞാൻ സൈക്കിൾ ചവിട്ടി പോവാണ്. ഗൈസ്, എന്ത് ഭംഗിയാണ് അവിടുത്തെ വ്യൂ കാണാൻ. ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് എത്തി. അപ്പോഴേക്ക് ഞങ്ങൾക്ക് റിസോർട്ടിൽ പോകാനുള്ള ജീപ്പ് വന്നിരുന്നു. ഓഫ് റോഡ് റൈഡായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് ആ വഴിക്ക് കാറൊന്നും പോകില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ് ജീപ്പിൽ ഇങ്ങനെ വരുന്നത്. എന്തൊരു കുലുക്കായിരുന്നു ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആ ജീപ്പിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഞങ്ങൾക്ക് ഹായൊക്കെ തന്നു ഗായ്സ്. 900 കണ്ടിയിൽ വേറെയും റിസോർട്ടുണ്ട്. അതാണ് ഇത്രയും ജീപ്പ് നിങ്ങൾ കാണുന്നത്. പാർക്കിങ്ങിൽ നിന്ന് 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് റിസോർട്ടിലെത്താനുള്ള ദൂരം. എങ്ങനെയൊക്കെയോ കുലുങ്ങി ഒരു വകയായിട്ടാണ് ഞങ്ങൾ റിസോർട്ടിലെത്തിയത്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെങ്ങനെ റിസോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കാണാൻ പോയി ഞങ്ങൾ റൂമായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. ഒരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾ കോമൺ പൂള് കാണാൻ ചെന്നു. ഇതാണ് ഗായ്സ് കോമൺ പൂള്. നല്ല വ്യൂ ഉള്ള സ്ഥലത്തായിരുന്നു ഗായ്സ് പൂള്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ 900 കണ്ടിയിൽ എക്കോ പാർക്കിലേക്ക് പോയി. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ് പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ. അപ്പം ഞാൻ ആദ്യം തന്നെ അവിടുത്തെ അടിപൊളി വ്യൂ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. ഞങ്ങൾ നേരെ നടന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല ഗായ്സ്, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് നാളെ കയറാമെന്ന്. ഈ കാണുന്ന ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ക്യൂവും തിരക്കും ആയിരുന്നു. അപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് വിട്ട് തിരക്കില്ലാത്ത റൈഡും തപ്പി നടന്നു. അങ്ങനെ ഈ കാണുന്ന റൈഡിൽ കയറി കുറച്ച് നേരം ആടി കളിച്ചു. ഇനി ഞങ്ങളവിടെ കുറച്ച് നേരം മീനൊക്കെ നോക്കി നിന്ന് എക്കോ പാർക്കിൽ നിന്ന് നേരെ റൂമിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഞങ്ങൾക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ല കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അതിങ്ങോട്ട് മാറി. അപ്പം ഞാൻ റൂമിലേക്ക് ഓടി കയറി. അപ്പം ഞാൻ റൂമിൽ ചുറ്റും നോക്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞാൻ ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെയാണ് ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ ഉള്ളത്. ചെറിയ പൂളായിരുന്നു, ബട്ട് ആ പൂളിൻ്റെ അടുത്തുള്ള കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പൂള് കണ്ടതും അച്ഛൻ വെള്ളത്തിലിറങ്ങി. അതിനുശേഷം ഞങ്ങൾ പ്ലാന്റേഷൻ വാക്കിന് പോയി. നല്ല രസമുണ്ടായിട്ടു കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. ഞാനും അച്ഛനും റീല് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ന്യൂഡിൽസ് കഴിക്കാൻ പോയി. റൂമിലെത്തിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ മഴയത്ത് കുറച്ചു നേരം കഴിച്ചിരുന്നു കേട്ടോ. 9:30 ആയപ്പോൾ ഡിന്നർ വന്നു. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ കുറേ നേരം അത് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു ഗായ്സ് ഈ തണുപ്പത്തത്. പിന്നെ ഞാൻ റൂമിലെത്തി കിടന്നുറങ്ങി. ഡേ 1 ഇവിടെ തീർന്നു കേട്ടോ. ബാക്കി നാളെ ബായ്.